ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്കൊരു വലിയ പ്രൊജക്റ്റ് കിട്ടി അല്ലെങ്കിൽ എക്സാം എന്തെങ്കിലും കിട്ടി. അപ്പം എന്താ എക്സാം ചെയ്യാനായിട്ട് എക്സാമിനൊരു ഡേറ്റ് കാണുമല്ലോ, ഇന്ന ദിവസം കൊണ്ട് ഇന്ന ദിവസം വരെ. അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആണെങ്കിലും അതിനൊരു എന്താ ഒരു പർട്ടിക്കുലർ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ ഡേ തൊട്ട് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ എക്സാമിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു 1 വീക്ക് ലീവ് കിട്ടിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു ഷെഡ്യൂൾഡ് ഡേറ്റ് അല്ലാതെ അതിനു മുമ്പ് ഒരു എന്താ ഇതെല്ലാം കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു വലിയൊരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഇത് പ്ലാൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എക്സസീവായിട്ട് കുറച്ച് സമയം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എക്സാമിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഡേ ആണ്, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഇടയ്ക്കുള്ളൊരു ദിവസമാണ് ഈ ഒരു സീസണിൽ, ഫോർമുല 1 സീസണിൽ ഈ ഒരു ഏപ്രിൽ സമയത്ത് എല്ലാ ടീംസിനും കിട്ടിയത്. അപ്പോൾ ഇതുപോലെ എക്സാമിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു സെർട്ടൻ ഡേയ്സ്, ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ചിലരാണെങ്കിൽ എന്താ പഠിക്കും, മീൻസ് എന്തൊക്കെയുണ്ടോ, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും റിവിഷൻ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എവിടെയും നോക്കി പല എന്താ യൂട്യൂബിലോ അല്ലെങ്കിൽ പല സോഴ്സൊക്കെ നോക്കി പഠിക്കും. അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ കേസ് ആണെങ്കിൽ പല ആളുകളെ വിളിച്ചിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഐഡിയാസ് കൊണ്ടുവരാം, പുതിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ വേറെ ചിലരുണ്ട്, ഇതൊന്നും ചെയ്യത്തില്ല. അവരിതിനെപ്പറ്റി ബോധറേ ചെയ്യത്തില്ല. ബാഡാസ് ടീംസ്. അവർക്ക് ഈ ലീവ് എന്ന ഒരു വിഷയമല്ല. എക്സാം ആണെങ്കിൽ എന്ത് എക്സാം, നമുക്കതൊക്കെ ബിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം, അങ്ങനൊരു മൈൻഡുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റേ പ്രൊജക്റ്റിൻ്റെ കേസ് ആണെങ്കിലും അതായത് അതിൻ്റെ ഡെഡ് ലൈനിൻ്റെ അടുക്കുമ്പോഴേ അവരൊന്ന് ചൂട് പിടിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ടീംസും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സീസൺ ഫോർമുല 1 ഈ ഒരു ഏപ്രിൽ സമയത്തായപ്പോഴത്തേന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാസത്തേന് എല്ലാ ടീമുകൾക്കും ലീവ് കിട്ടി. കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം പ്രോപ്പറായിട്ട് അവർക്ക് മാക്സിമം എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം യൂസ് ചെയ്ത ടീംസും ഉണ്ട്. അതല്ലാതെ ഇതൊക്കെയുണ്ട്, ഞാൻ പറഞ്ഞ പോലെ മറ്റേ ബാഡാസ് ടീംസും ഉണ്ട്. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 2ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ സീസണിലെ പുതിയ റെഗുലേഷൻസും എന്താണ് പുതിയ റെഗുലേഷൻ, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ ടീമുകളും ഡ്രൈവേഴ്സും ഇത് പുതിയ റെഗുലേഷൻ വന്നിട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അത് ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ഏപ്രിൽ ഈ ഒരു റേസസ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഓരോ ടീംസും എന്തൊക്കെ അപ്ഡേറ്റ്സ് ചെയ്തു, അപ്ഗ്രേഡ്, അവരുടെ കാറിനകത്ത് എന്തെങ്കിലും അപ്ഗ്രേഡ്, എന്തൊക്കെ അപ്ഗ്രേഡ് കൊണ്ടുവന്നു, മെക്കാനിക്കൽ അപ്ഗ്രേഡ്സും പവർ യൂണിറ്റിനകത്ത് വന്ന അപ്ഗ്രേഡ്സ്, അല്ലെങ്കിൽ മറ്റേ എയർ ഫ്ലോയുടെ കേസിൽ വന്ന അപ്ഗ്രേഡ്സ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ മയാമി ഗ്രാൻഡ് പ്രിയെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ മറ്റേ എക്സാമിൻ്റെ കേസിൽ ലീവ് കിട്ടിയാലും ശ്രദ്ധിക്കാതെ പഠിക്കാതിരിക്കുന്ന ടീംസ് ഉണ്ട്, ബാഡാസ് ടീംസ്. അങ്ങനെ ഒരാൾ ഈ സീസണിൽ, അതായത് ഈ ലീവ് കിട്ടിയ സമയത്തും ഈ ഫോർമുല 1 ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്തും അപ്ഗ്രേഡ്സ് ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ടീമുണ്ട്. അതാണ് ആസ്റ്റൺ മാർട്ടിൻ ഫോർമുല 1 ടീം. ബാഡാസ് ടീംസാണ്. അവർ ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഒരു അപ്ഗ്രേഡും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവർ അപ്ഗ്രേഡ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സീസണിലാണ്, മീൻസ് ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് മാത്രമാണ് അപ്ഗ്രേഡ് കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഡച്ച് GP ഒക്കെ കഴിയുമ്പോഴത്തേന് വീണ്ടും ഒരു സ്പ്രിംഗ് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് വീണ്ടും ഇതേപോലെ തന്നെ ഓരോ ടീമുകൾക്കും അപ്ഗ്രേഡ്സ് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ കനേഡിയൻ ഗ്രാൻഡ് പ്രി കഴിയുന്ന സമയത്താണ് മറ്റേ ADO വെച്ചിട്ടുള്ള ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഈ 4 സെക്കൻഡിന് പുറകിലുള്ള ടീംസിനെ എന്ത് ചെയ്യാൻ, അപ്ഗ്രേഡ് ചെയ്യാൻ അവിടെ ഓപ്ഷനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഏപ്രിലുള്ള ഈ ബ്രേക്കിൻ്റെ സമയത്ത് ആസ്റ്റൺ മാർട്ടിന് ഒരു അപ്ഗ്രേഡും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുള്ള, അതായത് ഈ ഒരു ഏപ്രിൽ ബ്രേക്കിൻ്റെ സമയത്ത് അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുള്ള ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ് ഉള്ള ടീം ഫെറാറിയാണ്. ഫെറാറിയുടെ അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെറാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി, അവരുടെ ഒരു ശൈലി അല്ലെങ്കിൽ അവരുടെ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു കോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇയർ
ഈസ് അവർ ബെസ്റ്റ് പ്രൊഡക്റ്റ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് അവർ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പോലെ. അതായത് ഇതുവരെ ഇറക്കിയ ഒരു പ്രൊഡക്റ്റും അല്ല അവരുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ്, ഇനിയും വരാനുള്ളതാണ് അവരുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഫോർമുല 1 ടീം. അതാ നെക്സ്റ്റ് ഇയർ ഈസ് അവേഴ്സ്, അല്ലെങ്കിൽ ദിസ് ഇയർ ഈസ് അവേഴ്സ്, അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പം ഫെറാറി ഈ ഈ ഏപ്രിൽ ബ്രേക്കിൽ 11 അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫെറാറിയുടെ അപ്ഗ്രേഡ്സിൽ മെയിനായിട്ട് വരുന്ന അപ്ഗ്രേഡ്, അവർ ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നത് എയറോഡൈനാമിക്സിലും ഫ്ലോറിലുമാണ്. ഫ്ലോർ സെക്ഷനിലും എയറോഡൈനാമിക് സെക്ഷനിലാണ്. അതായത് വിങ്സിൽ, ഫ്രണ്ട് വിങ്സിൽ, റിയർ വിങ്സിൽ, സൈഡ് പോർട്സ്, അല്ല ആ ഒരു സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്തത് അവരുടെ ഫ്ലോർ എഡ്ജും ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് മിനുക്കിയെടുത്ത പോലെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഗ്രൗണ്ട് എഫക്റ്ററെ മാറി ഇപ്പോൾ ആ ഒരു ഫ്ലോർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു ഏപ്രിൽ ബ്രേക്കിന് മുമ്പ്, അതായത് ഓസ്ട്രേലിയൻ GP തൊട്ട് ജാപ്പനീസ് GP വരെയുള്ള സമയത്ത് ഇവരുടെ ഫെറാറിയുടെ SF26 ഈ ഫ്ലോറിൻ്റെ സെക്ഷനിൽ ആ ഒരു എന്താ പറയുന്നത് എയർ ഫ്ലോയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് എഞ്ചിനീയേഴ്സ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നം അവർ കംപ്ലീറ്റ് അല്ല, കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒരു R&D പോലെയല്ല. അപ്പോൾ ഓരോ റേസ് അനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഡേറ്റ അനുസരിച്ചിട്ടാണ് അവർ ചേഞ്ച് ചെയ്തത്. ഇതിപ്പോൾ മറ്റേ ആദ്യത്തെ 3 റേസ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ വെച്ചിട്ടായിരിക്കും ഇവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ റിയർ വിങ്സിലും ഫെറാറി മേജറായിട്ടൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ മെക്കറീന വിങ്സ് ഉണ്ട്, മെക്കറീന വിങ്സ് അല്ല, ഡാൻസിങ് വിങ്സ്, അങ്ങനെയാണ് ലൂയിസ് ഹാമിൽട്ടൺ പറയുന്നത്. അപ്പം റിയർ വിങ്സിലും മേജറായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഫെറാറി ആദ്യം തന്നെ സീസൺ തുടങ്ങിയപ്പം തന്നെ ഒന്നൊരു മേജർ അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കാണും, മറ്റേ എക്സോസ്റ്റിൻ്റെ മുകളിലൊരു ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത വെർഷൻ, അതായത് ഇതുവരെ വെച്ചിരുന്നത് ഈ എക്സോസ്റ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് പീസ്, ജസ്റ്റ് ഒരു 90 ഡിഗ്രി ഫ്ലാറ്റ് പീസ് വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പുതിയ അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്ക ടീമും ചെയ്തിട്ടുണ്ട്. അതായത് ഈ എക്സോസ്റ്റ് പൈപ്പ് ഒരു കുറച്ചുകൂടെ 130 ഡിഗ്രി ആംഗിളിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, മീൻസ് അതിൻ്റെ ഒരു എലിവേഷൻ കൂട്ടി. പിന്നെ ഫെറാറിയുടെ അടുത്തൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്നു, മറ്റേ ഹാലോ ഇല്ലേ, മറ്റേ ഡ്രൈവറിൻ്റെ മുകളിലുള്ള ഒരു ഹാലോ സ്ട്രക്ചർ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത വേർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടും ഈ മയാമി ഗ്രാൻഡ് പ്രിയിൽ ഫെറാറി ശോകമായിരുന്നു. ചാൾസ് നല്ലതായിട്ട് പെർഫോം ചെയ്തു വരുമായിരുന്നു. ആ സമയത്ത് അവർ സ്ട്രാറ്റജി മിസ്റ്റേക്ക് ചെയ്തു. അതറിയാലോ, ഫെറാറി എപ്പോഴും അങ്ങനെയാണ്. ഡ്രൈവർ നല്ലതായിട്ട് പെർഫോം ചെയ്ത ടീം സ്ട്രാറ്റജി മിസ്റ്റേക്ക് ചെയ്യും. സ്ട്രാറ്റജിയും ഡ്രൈവേഴ്സും നല്ലതായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കാറിന് എന്തെങ്കിലും പ്രശ്നം വരും. അങ്ങനെയുള്ള രീതിയിലാണ് ഫെറാറിയുടെ ഒരു സെറ്റപ്പ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ലിസ്റ്റിൽ അടുത്തുള്ളത് ഈ വർഷം പുതിയതായിട്ട് ഫോർമുല 1 വന്ന കാഡിലാക് ഫോർമുല 1 ടീമാണ്. അവരുടെ എയിം എന്ന് പറയുന്ന ഏതായാലും ഈ സീസണിലെ ചാമ്പ്യൻ ആവാനും അങ്ങനെ ഒരു രീതിയിലേക്കല്ല അവരുടെ ഫോക്കസ് ബ്രാൻഡ് ന്യൂ ഫോർമുല 1 ടീമാണ്. അവർക്ക് ഈ പുതിയ സ്പോർട്ടിലേക്ക് വന്ന് അവർക്ക് നല്ല രണ്ട് ഡ്രൈവേഴ്സ് നല്ല വെറ്ററൻ ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവർക്ക് ഡേറ്റ കളക്ട് ചെയ്യുക, ഓരോ ട്രാക്കിലും അനുസരിച്ചിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം സ്ട്രേറ്റ്സ് കുറവുള്ള അല്ലെങ്കിൽ കോർണേഴ്സ് കൂടുതലുള്ള സർക്യൂട്ട്സ് ആണ് ഈ വർഷത്തെ കാറുകൾക്ക് ഏറ്റവും നല്ലത്. അതാണ് ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ കണ്ടത്. ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ സ്ട്രേറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ഈ ബാറ്ററി ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ സർക്യൂട്ട്സിനെ പറ്റി പഠിക്കുക, പിന്നെ ഓരോ സ്ട്രാറ്റജീസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കാറിനകത്തുള്ള പെർഫോമൻസ്, പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കൊണ്ടുവന്നത്. അവർക്കൊരു എന്താ പറയുന്നത്, പുതിയതായിട്ടൊരു നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് കാഡിലാക് ഉള്ളത്. അപ്പോൾ ഈ വർഷം ഏതായാലും അവരുടെ നിന്ന് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല, അവർക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം അവരും ഈ ബ്രേക്കിൻ്റെ സമയത്ത് അപ്ഗ്രേഡ്സ് എയറോഡൈനാമിക്സിൻ്റെ കേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരും എയറോഡൈനാമിക്സിലേ കൊണ്ടുവന്നുള്ളൂ. ഫെറാറിയാണല്ലോ അവർക്ക് എഞ്ചിൻ കൊടുക്കുന്നത്, അതുകൊണ്ട് പവർ യൂണിറ്റിൻ്റെ കേസിൽ വലിയ ചേഞ്ചസ് ഇല്ല. പിന്നെ നെക്സ്റ്റ് ഉള്ളത് മെക്ലാരനാണ്. മെക്ലാരൻ എല്ലായിടത്തും കാറിൻ്റെ ഓൾ റൗണ്ടായിട്ട് ചെറിയ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പവർ യൂണിറ്റിൻ്റെ കേസിലാണെങ്കിലും എയറോഡൈനാമിക്സിൻ്റെ കേസിലാണെങ്കിലും
സൈഡ് പോർട്സ്, വീൽ ബേസ്, കാറിൻ്റെ ബേസ്, ഫ്ലോർ, എല്ലായിടത്തും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഓൾറെഡി അവരുടെ പവർ യൂണിറ്റിൻ്റെ കേസ് പെർഫെക്റ്റ് ആണ്, അറിയാലോ, മെഴ്സിഡസിൻ്റെ പവർ യൂണിറ്റാണ്. അവർക്ക് ഉള്ള മേജറായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഓവർ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ കാറിൻ്റെ സെറ്റപ്പ്, ആ ഒരു പവർ യൂണിറ്റുമായിട്ട് കാറിനെ ട്യൂൺ ചെയ്തെടുക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 റേസിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് മയാമി ഗ്രാൻഡ് പ്രിയിൽ നമ്മൾ കാണുകയും ചെയ്തു. സെക്കൻഡ് ലാൻഡും തേർഡ് ഓസ്കറും അങ്ങനെയുള്ള രീതിയിലായിരുന്നു. അവരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു മക്ലാറിൻ്റെ പെർഫോമൻസ്. പിന്നെ അടുത്തുള്ള നമ്മുടെ റെഡ് ബുൾ എന്താ ഫാൻ ഫേവററ്റ് ടീം, എന്താ ഇപ്പോളെ ഈ ഒരു റീസെൻ്റായിട്ട് ഫോർമുല 1 കണ്ടു തുടങ്ങിയവരുടെ ഒരു ഫേവററ്റ് ടീമായിരിക്കും റെഡ് ബുള്ള്. കാരണം അറിയാലോ, 2021 തൊട്ട് 24 വരെ മാക്സാണ് ചാമ്പ്യൻ, പിന്നെ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പും അങ്ങനെയുള്ളൂ. പിന്നെ റെഡ് ബുള്ള് ചെയ്ത അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് വിങ്സിൽ, പിന്നെ ഫ്രണ്ട് കോർണറിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വിങ്സിലുള്ള ചേഞ്ച് മറ്റേ ഇതറിയായിരിക്കുമല്ലോ, ഈ വർഷം തൊട്ട് ഫ്രണ്ട് വിങ്സും സെറ്റ് ചെയ്യാൻ പറ്റും, ഡ്രൈവറിൻ്റെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം വരെ അത് ഈ പിറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു ഫ്രണ്ട് വിങ്സിൻ്റെ സെറ്റപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഈ വർഷം തൊട്ട് ഡ്രൈവറിന് തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് വിങ്സിൻ്റെ ഒരു എലിവേഷന് സ്ട്രൈറ്റ് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് ബുള്ള്. പിന്നെ ഫ്രണ്ട് കോർണറിൽ, അതായത് ടയറിന് മുമ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും, വിങ്സിൻ്റെ അറ്റത്തൊരു ചെറിയൊരു മുകളിൽ 90 ഡിഗ്രി ആയിട്ടുള്ളൊരു ഫ്ലാപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, അതിനും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സൈഡ് പോർട്സിൽ 2 സൈഡിൽ അത് സൈഡ് പോർട്സ് അവർ അതിൻ്റെ എയർ അബ്സോർപ്ഷൻ കൂട്ടിയിട്ടുണ്ട്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനെ കൂൾ ഡൗൺ ചെയ്യാനാണ്. പിന്നെ എഞ്ചിൻ കവറും ചേഞ്ച് ചെയ്തു. എഞ്ചിൻ കവർ അതിൻ്റെ ഒരു സെറ്റപ്പ് ചേഞ്ച് ചെയ്തതും കൂളിങ്ങിന് വേണ്ടിയാണ്. ചിലപ്പം റെഡ് ബുള്ളിൻ്റെ ഇഷ്യൂ പവർ യൂണിറ്റിൻ്റെ ഓവർ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിലാണെന്ന് തോന്നുന്നു ഇവിടെ ഐസക് ഹഡ്ജാറിൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, മീൻസ് മെക്കാനിക്കൽ ഇഷ്യൂ വന്നത്. അപ്പോൾ ഈ മയാമി ഗ്രാൻഡ് പ്രിയിൽ ഹഡ്ജാർ മിസ്റ്റേക്ക് കാണിച്ചു, മറ്റേ ചിക്കനിൽ വന്നപ്പം സൈഡ് ബാരിയർ തട്ടി. പിന്നെ അടുത്തുള്ളത് ഒരു മെഴ്സിഡസിൻ്റെ കസ്റ്റമർ ടീമാണ് വില്യംസ് അറിയാം, എല്ലാ വർഷവും അവർക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്തത്, അവർക്ക് മൾട്ടിപ്പിൾ പോഡിയംസ് ഒക്കെ ഉള്ള ടീമാണ്. പക്ഷേ ഈ വർഷം അവർക്ക് ഭയങ്കര ശോകമായിരുന്നു. കാരണം അവർക്ക് നമ്മുടെ ഈ സീസണിൽ ലിവറിയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം അവർക്ക് മിസ്സായി. പിന്നെ ഈ പ്രീ സീസൺ ടെസ്റ്റിങ് അതും മിസ്സായിപ്പോയി. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ പുതിയ സ്പോൺസർ വന്നപ്പം അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിരുന്നു, ലോജിസ്റ്റിക്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷം അവർക്ക് ടോട്ടലി ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. സ്റ്റാർട്ടിങ് ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. പിന്നെ അവർ കൊണ്ടുവന്ന മേജറായിട്ടുള്ള അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിൽസിൽ, സൈഡ് പോർട്സിൽ, പിന്നെ എൻജിൻ കവർ. അത് കൂളിംഗ് പർപ്പസാണ്, പവർ യൂണിറ്റ് കൂളിംഗ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂളിംഗ് എക്സിറ്റ്സ്, അതായത് ഈ എൻജിനിലേക്ക് വരുന്ന കൂളിംഗ്, അതിപ്പം കൂളൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എയർ കൂളിംഗ് ആയിരിക്കാം, ഇൻ്റർ കൂളേഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സിറ്റ്സ് അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ എക്സ്റ്റെൻഡ് കൂട്ടുകയാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൈപ്സ്, ഇവർ കൂടുതലായിട്ട് പവർ യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു അവർക്ക് രണ്ടുപേരും, കാർലോസ് സൈൻസും ആൽബോണും ആദ്യത്തെ 10 പൊസിഷനിൽ തന്നെ ഉണ്ട്. നല്ല അപ്ഗ്രേഡ്സ് ആണ്, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവർക്ക്. പിന്നെ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴ്സിഡസിനെക്കാളും, അവരുടെ എൻജിൻ മാനുഫാക്ചറേഴ്സിനെക്കാളും 3 സെക്കൻഡ് ബിഹൈൻഡാണ് ഇപ്പോൾ ഇത് മറ്റേ ലാപ് ടൈമിൽ. പിന്നെ അവർക്ക് ഇനി കൂടുതലായിട്ട് അപ്ഗ്രേഡ്സ് കൊണ്ടുവരാനുള്ള ടൈമുണ്ട് ഷുവറായിട്ട്. ഈ ഒരു ഏപ്രിലിൽ ഇവർ ഇത്ര അപ്ഗ്രേഡ്സ് മാത്രമായിരിക്കത്തില്ല കൊണ്ടുവന്നത്, മനസ്സിലായി? ഇത്രയും ഒരു അവർക്കൊരു വലിയൊരു ടൈമാണ് അപ്ഗ്രേഡ്സിന് വേണ്ടി കിട്ടിയത്. അപ്പം ഷുവറായിട്ട് എല്ലാ ടീംസും കുറേ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ ചെറിയ പാക്കേജസ് മാത്രമേ മയാമിലേക്ക് കൊണ്ടുവന്ന് കാണത്തുള്ളൂ. ഇനി ചിലപ്പം ആ ഒരു സ്പ്രിംഗ് ബ്രേക്ക് കൂടെ കഴിയുമ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ചുകൂടെ ടൈറ്റ് ആകും. പിന്നെ അടുത്തത് ഒരു മെഴ്സിഡസിൻ്റെ കസ്റ്റമർ ടീം തന്നെയാണ് ആൽപൈൻ ഫോർമുല 1 ടീം. അവർ കൂടുതലായിട്ട് പരിപാടി ചെയ്തിരിക്കുന്ന റിയർ ഭാഗത്താണ്, കാറിൻ്റെ റിയർ സൈഡിലാണ്. സസ്പെൻഷനിലും റിയർ വിങ്സിലും എൻ പ്ലേറ്റ്സിലും
കൂടുതലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്തോ ഇത്ര സസ്പെൻഷൻസിൽ ചേഞ്ച് കൊണ്ടുവന്നു, പിന്നെ വിങ്സിലും എൻ ബ്ലേഡ്സിലും. പിന്നെ അടുത്ത റേസിംഗ് ബുൾസ്. റേസിംഗ് ബുൾസ് 6 അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് സ്പെസിഫിക് ഫ്രണ്ട് വിങ് ഫ്ലാപ്സ്. അതായത് ഇപ്പം ഒരു ഏറ്റവും കൂടുതൽ ഒത്തിരി സ്ട്രെയിറ്റ്സ് ഉള്ള ഒരു സർക്യൂട്ടിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിങ്സ്, അല്ല കോർണേഴ്സ് കൂടുതലാണെങ്കിൽ അങ്ങനെ, മനസ്സിലായില്ലേ? അതായത് ഓരോ സർക്യൂട്ട് അനുസരിച്ചിട്ട് അവർ വിങ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മയമിയിൽ അവർ കൊണ്ടുവന്നത്, മയമിയിൽ കോർണേഴ്സ് കൂടുതലായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിങ്സ് സെറ്റപ്പ് ആയിരിക്കും. പിന്നെ കൊണ്ടുവന്ന അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് കോർണേഴ്സിൽ സസ്പെൻഷൻ, അവർ സസ്പെൻഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്ലോർ എഡ്ജസ്, റിയർ വിങ്, എൻ ബ്ലേഡ്സ്. അവരും എയറോഡൈനാമിക്സിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വലിയ റെഡ് ബുള്ളിൻ്റെ സെയിം എഞ്ചിനാണ്, പവർ യൂണിറ്റ് ആണ്. പവർ യൂണിറ്റ് റെഡ് ബുള്ളിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്ന അവർക്ക് കിട്ടുകയും ചെയ്യും, അതുകൊണ്ട് വലിയ വിഷയമില്ല. പിന്നെ നമ്മുടെ ബെഞ്ച് മാർക്ക് ടീം ഈ സീസണിൽ അല്ലെങ്കിൽ എല്ലാ സീസണിലും, കഴിഞ്ഞ സീസണിൽ അവർ തന്നെയായിരുന്നു ഡൊമിനേറ്റ് ചെയ്തത്. എപ്പോഴത്തെയും ഡൊമിനേറ്റ് ചെയ്യുന്ന മെഴ്സിഡസ് ഫോർമുല 1 ടീം. അവർ 2 അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ടെയിൽ പൈപ്പിലും പിന്നെ ഡ്രം ലിപ്പ് കോഡും. ഡ്രം ലിപ്പ് കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൽ റിംസിൻ്റെ, അതായത് റിമ്മുണ്ടല്ലോ, വീൽ റിംസിൻ്റെ അല്ലെങ്കിൽ ഡ്രംസിൻ്റെ, അതിൻ്റെ ഒരു 2 സ്പെസിഫിക് പോയിന്റ്സിനെയാണ് ഈ ഡ്രം ലിപ്പ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് വീൽ ബേസിൻ്റെ കാര്യത്തിലായിരിക്കും ഇൻക്രീസ് ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ഒരു കയറ്റിയിടുമല്ലോ, ഇടുന്നതിന് ഒരു എൻഡിൽ നിന്ന്, അതായത് കയറ്റിയിടുന്ന ഇന്നർ എൻഡിൽ നിന്ന് ഔട്ടർ എൻഡ് വരെ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനാണ് ഈ ഡ്രം ലിപ്പ് കോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിൽ പൈപ്പിലുള്ള ഇൻക്രീസ്, അതാണ് മറ്റേ ഞാൻ പറയില്ല ആംഗിൾ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് നോർമലി അപ്വേർഡായിട്ടാണ് ഇരിക്കുന്നത്, ഡൗൺവേർഡാക്കി. അപ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റ് ആക്കാനാണ്. അതായത് റിയർ വിങ്സിൽ കൂടെ എയർ വന്ന് ഡിഫ്യൂസറിലേക്ക് ഒരു താഴേക്ക് പോകുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. പിന്നെ ഓടി 2 അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രേക്ക് ഡക്റ്റിലും സസ്പെൻഷൻ ലെഗ് കോൺസിലും. പിന്നെ അവർ അത് ഉദ്ദേശിക്കുന്ന എയർ ഫ്ലോ കൂളിങ്ങിനാണ്. അതായത് അവരുടെ മെയിൻ ഒരു പ്രശ്നമാണ് ഇവരുടെ വീലിൻ്റെ എയർ ടൈപ്പ് ഉണ്ട്. മീൻസ് ബ്രേക്കിൻ്റെ ഏരിയ ഓവർ ഹീറ്റ് ചെയ്യുന്നുണ്ട്. മയമിയിലാണ് അതിന് തീ പിടിച്ചു, മയമിയിലാന്ന് തോന്നുന്നു. ബ്രേക്കിൻ്റെ ഒരു ഏരിയ തീ പിടിച്ചു. വേറെ പ്രശ്നം മാറിയിട്ടില്ല ഇപ്പോഴും. അതറിയാലോ, ഈ ഫോർമുല 1 കാർ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേന് ബ്രേക്ക് ഡക്റ്റ് 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാവും. അതൊരു ഇതുണ്ട്. അപ്പോൾ അത് തണുപ്പിക്കാനായിട്ട് വീൽ ഡെക്സ് ഓപ്പൺ ആണ്. അതുമല്ല ബ്രേക്സിൻ്റെ ഇതാണ് കാലിപ്പേഴ്സ് ഉണ്ടല്ലോ, കാലിപ്പേഴ്സും നമ്മുടെ യൂഷ്വലി ഉള്ളതുപോലെ തന്നെ സോളിഡ് അല്ല, ഓരോ ഹോൾസ് ഉണ്ട് അതിൽ, തണുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ അപ്ഗ്രേഡ്സും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹാസ് ഫോർമുല 1 ടീം അവർ ഒരൊറ്റ അപ്ഗ്രേഡ് കൊണ്ടുവന്നു. ഡിഫ്യൂസേഴ്സിൻ്റെ കേസിൽ അവർ ആ റിയർ ഏരിയ മാത്രമേ ഡിഫ്യൂസേഴ്സ്, അതിൻ്റെ ഒരു എന്തായാലും പറയുന്നത് ഡൗൺ ഫോഴ്സ് ജനറേഷൻ കൂട്ടാനായിരിക്കണം. പിന്നെ അവർക്ക് അതിൻ്റെ റിസൾട്ടും ഉണ്ട്. P13 P18 അവർ ഫിനിഷ് ചെയ്തേക്കുന്നത്, സ്പ്രിൻറ്റിൽ, മെയിൻ റേസ് അല്ല, സ്പ്രിൻറ്റിൽ. പിന്നെ അവരും കൂടുതൽ അപ്ഗ്രേഡ്സ് കൊണ്ടുവരും. ഇപ്പോൾ ഈ ഒരു മാസത്തെ ടൈമിൽ നമ്മൾ വിചാരിക്കും ഇത്ര അപ്ഡേറ്റ്സേ ഉള്ളൂ, അല്ല, ഷുവറായിട്ട് അവർ എല്ലാ ടീംസും കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പം ഒരു അപ്ഗ്രേഡും ചെയ്യാത്ത അസ്റ്റൺ മാർട്ടിനാണെങ്കിൽ പോലും കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരിന് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അടുത്ത സീസണിലൊക്കെ ഒരു കൂടുതൽ അപ്ഗ്രേഡ്സ് ആയിട്ട് വരും. അപ്പം ഇത്രയാണ് അപ്ഗ്രേഡ്സിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ മയാമി ഗ്രാൻഡ് പ്രിയെ കുറിച്ച്. ഗ്രാൻഡ് പ്രി ഫ്രീ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, സ്പ്രിന്റ് വീക്കെൻഡ് വരും. അപ്പം സ്പ്രിന്റ് ക്വാളിഫയേഴ്സ്, സ്പ്രിന്റ് റേസ്, പിന്നെ മെയിൻ റേസിൻ്റെ ക്വാളിഫയേഴ്സ്, പിന്നെ മെയിൻ റേസ്. പിന്നെ ഇതിനകത്ത് വലിയൊരു എഫ്ഐയുടെ ഒരു അബദ്ധമാണ്. അത് എന്തോ ഒരു സംതിങ് ഫിഷിയായിട്ട് തോന്നി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേസിൻ്റെ ദിവസം ഞായറാഴ്ച നമ്മുടെ സമയം രാത്രി 10:30 റേസ് നടന്നത്. പക്ഷേ 1:30 റേസ് നടക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് 1:30 നടക്കേണ്ടത്. 3 അവേഴ്സ് നേരത്തെ നടത്തി. കാരണം അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൻ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
മഴ പെയ്യുന്നതിന് മുമ്പ് അവർ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ ഒരു ടൈമിൽ, ആ ഒരു ഡേയിൽ, ഞായറാഴ്ച മയാമിയിലെ വെതർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേസ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റേസ് തുടങ്ങുന്ന സമയത്തോ അതിൻ്റെ ഇടയ്ക്കോ കഴിയുന്ന സമയത്തൊന്നും മഴയുടെ ഒരു സംഭവമേ ഇല്ല. അതായത് ഒഫീഷ്യൽ വെതർ ഫോർകാസ്റ്റിംഗ് കേട്ടല്ലോ, മയാമി ഒരു സിറ്റിയുടെ, മനസ്സിലായി. പക്ഷെ FIA വെതർ ഫോർകാസ്റ്റിങ്ങിൽ മഴ പെയ്യുമെന്ന് കണ്ടു. അതുകൊണ്ട് 3 മണിക്കൂർ നേരത്തെ മഴ നടത്തി. അതല്ലാതെ റേസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5-6 ലാപ്പ് കഴിഞ്ഞപ്പോഴത്തേന് മിക്ക ടീംസിൻ്റെ എഞ്ചിനീയേഴ്സ് ഡ്രൈവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാപ്പ് 25 ഒക്കെ ആകുമ്പോൾ മഴ പെയ്യും, അപ്പോഴത്തേന് ടയർ ചേഞ്ച് ചെയ്യണം, പിറ്റ് ചെയ്യണം, അതിന് മുമ്പായിട്ട് പിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതിന് കുറേ പേര് ഇരയായി. അതിൽ ഇരയായാലും മെയിനായിട്ടുള്ള ഒരാൾ ചാൾസ് ലെക്ലർക്കാണ്. ചാൾസ് ലെക്ലർക്ക് ഒരു ലാപ്പ് 23 ഒക്കെ ആയപ്പോൾ അങ്ങോട്ട് പിറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി പിറ്റ് ചെയ്ത് പിറ്റ് ലൈനിൽ നിന്ന് ഇറങ്ങിയ റേസ് കണ്ടിന്യൂ ചെയ്തു. ഒരു ലാപ്പ് 30 ഒക്കെ ആയപ്പോഴത്തേന് ചാൾസ് എഞ്ചിനീയറിനോട് ചോദിച്ചു, എന്തിയാ മഴയോടെ, മഴയെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ പിറ്റ് ചെയ്ത്, എന്തിയാ മഴയോടെ ഏത്. അതിൻ്റെ ഒരു ഡയലോഗ് അടിച്ചു, ഇനി എന്നോട് സംസാരിച്ചിട്ട് എന്നോടുകൂടെ, ഞാനിവിടെ ഉണ്ട്, എന്നോടുകൂടെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ സാറ്റർഡേ നടന്ന ക്വാളിഫയേഴ്സിൽ ഗ്രിഡ് പൊസിഷൻ വന്നത് P1 കിമി, P2 മാക്സ്, P3 ചാൾസ്. ആ റേസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കോർണർ കഴിഞ്ഞപ്പം തന്നെ മാക്സ് സ്പിന്നായിപ്പോയി, 360 ഡിഗ്രി സ്പിന്നായിപ്പോയി. സ്പിന്നായി പോയിട്ട് സേവ് ചെയ്തെന്നുള്ളതാണ്. സാധാരണ ഒരു അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് കാറ് മറിയോ അല്ലെങ്കിൽ ഇടിക്കുകയോ ചെയ്തത്. പുള്ളി നൈസായിട്ട് അത് ഭയങ്കര ബാലൻസിങ് ഉള്ള ഒരു സെറ്റപ്പ്, അടിപൊളി ഒരു സീനായിരുന്നു അത്. അങ്ങനെ ചാൾസ് P2 P10 വരെ ഡ്രോപ്പ് ആയിപ്പോയി. വീണ്ടും മാക്സിനെ അറിയാലോ, അവിടെ പിന്നെ കയറി വന്നു. ഒരു 5th ലാപ്പൊക്കെ ആയപ്പോഴത്തേന് P8 വന്നു, പിന്നെ കയറി വന്നു. പിന്നെ ഒരു സർട്ടൻ സ്റ്റേജൊക്കെ ആയപ്പോൾ P1 ഉണ്ടായിരുന്നു മാക്സ്. പക്ഷെ P1 വന്ന് അടുത്ത കോർണറിൽ തന്നെ ജോർജ് അന്തോന്നു ഓവർടേക്ക് ചെയ്യേണ്ടി ചെയ്തു. അങ്ങനെ മാക്സിൻ്റെ ആ ഒരു സ്പിന്നായിപ്പോയി, അതൊരു ഷോ ആയിപ്പോയി. അല്ലെങ്കിൽ മാക്സ് ഉറപ്പാണ് പോഡിയം വന്നതിന്. പിന്നെ റേസ് സ്റ്റാർട്ട് ചെയ്തുമ്പോൾ തന്നെ ഒരു യെല്ലോ ഫ്ലാഗ് വന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയർ ഗ്യാസിലി ഫ്ലിപ്പായിപ്പോയി. അത് ഒരു മേജറായിട്ട് വലിയൊരു ക്രാഷ് വരേണ്ട ഒരു സംഭവമാണ്. ലിയാം ലൂസനുമായിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ട് ഫ്ലിപ്പായിപ്പോയി. ആ ഒരു യെല്ലോ ഫ്ലാഗ് വന്നൊരു സമയം അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മിക്ക ടീംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മാക്സ് പിറ്റ് ചെയ്തിട്ടാണ് മാക്സ് സ്റ്റാർട്ട് ചെയ്തത് മീഡിയത്തിലാണ്, പിന്നെ ഹാർഡ് ഇട്ടു. സ്പിൻ ആയപ്പോഴത്തേന് ഗ്രിപ്പ് ഗ്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സ് പിറ്റ് ചെയ്തു. പിന്നെ ആ ഒരു മയാമി ഗ്രാൻഡ് പ്രിയിൽ എല്ലാവരുടെയും സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിൽ പോവുക. ഒരു കോണേഴ്സൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഒരു ഗ്രേഡിങ് കുറവായിരിക്കും എന്നുള്ള കണക്കൂട്ടലായിരിക്കണം എല്ലാവരും മീഡിയത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ മഴ പെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറേ പേര് പിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഹാർഡ് ഇട്ടു. അതൊരു എല്ലാ ടീമുകൾക്കും അതൊരു പണിയായിപ്പോയി. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഫെറാറിയാണ്. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഹഡ്ജറിൻ്റെ കേസ്. ഹഡ്ജർ അതെന്താ സംഭവം എന്ന് അറിയത്തില്ല. ഒരു പുള്ളി പിറ്റ് ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്വാളിഫയിങ്ങിൽ എന്തോ പെനാൽറ്റി കിട്ടി, അതിൻ്റെ പിറ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. പുള്ളിക്ക് ഒരു വെപ്രാണം പോലെ പോയി. അതായത് ഒരു ചിക്കനിൽ എത്തിയപ്പോഴത്തേന് പുള്ളി കൺട്രോൾ പോയി ബാരിയറിൽ പോയി തട്ടി. പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റിയറിംഗിൽ ഇടിക്കുകയൊക്കെ ചെയ്തു. മറ്റേ റെഡ് ബുള്ളിൻ്റെ സെക്കൻഡ് ഡ്രൈവർ കേസ് ആ ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ ഒരു മെയിൻ ഇൻസിഡൻ്റ് എന്ന് പറയുന്ന ചാൾസ് ലെക്ലർക്കിൻ്റെ അവസാനം ഞാൻ വിചാരിച്ചു ചാൾസ് പോഡിയത്തിൽ വരും, പുള്ളിയെ ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനമായപ്പം കാറ് സ്പിന്നായിപ്പോയി. എന്നിട്ടും പുള്ളി കണ്ടിന്യൂ ചെയ്തു. മാക്സ് സ്പിന്നായിട്ടും കണ്ടിന്യൂ ചെയ്ത പോലെ ചാൾസും കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ചാൾസിൻ്റെ കാറ് സൈഡ് ബാരിയർ തട്ടി, സസ്പെൻഷന് പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് അധികം സ്പീഡ് എടുത്ത് ഓടിക്കാനും പറ്റിയില്ല. അതുമാത്രമല്ല, FIA പുള്ളിക്ക് 20 സെക്കൻഡ് പെനാൽറ്റി കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ഉണ്ട്. പിന്നെ മറ്റ് ഡ്രൈവേഴ്സിനെ ഡേഞ്ചറിലാക്കുന്ന പോലെ പോയത്, അതായത് ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ള കാർ കൊണ്ട് ട്രാക്കിൽ പോയത്. ശരിക്കും പറഞ്ഞാൽ 25 സെക്കൻഡ് പെനാൽറ്റി വരേണ്ട ഒരു കേസാണ്. പക്ഷേ 20 സെക്കൻഡ് കൊടുത്തുള്ളൂ, അതൊരു കേസ്. അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് ചാൾസിൻ്റെ ഒരു ഷോ ആയിപ്പോയി. പിന്നെ നമ്മുടെ
പപ്പായ ബോയ്സ് രണ്ടുപേരും, ഓസ്കറും ലാൻഡോയും. അവർ ചെയ്ത അപ്ഗ്രേഡിനുള്ള എന്താ റിസൾട്ട് അവർക്ക് കിട്ടി. നൈസായിരുന്നു. അവർ ഫസ്റ്റ് തൊട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. പിന്നെ നമ്മുടെ പയ്യൻ കിമി ആന്റണേലി, ഇവിടെ ഈ സീസണിലെ മൂന്നാമത്തെ പോഡിയമാണ്. അതുമാത്രമല്ല, ഒരു റെക്കോർഡും കൂടെ ഉണ്ട്. മൈക്കിൾ ഷുമേക്കറും നമ്മുടെ ആർട്ടൺ സെന്നി, ഇവർക്ക് ശേഷം 3 കോൺസിക്യൂട്ടീവ് പോഡിയം അടിക്കുന്ന ഒരു ഡ്രൈവറാണ് കിമി. യങ്സ്റ്റ് ഡ്രൈവറാണ്. ഇത് ടോട്ടലി നല്ലൊരു റേസ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത കനേഡിയൻ ഗ്രാൻഡ് പ്രിക്ക് ഇനി 3 ആഴ്ചയും കൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും സമയമുണ്ട്. ഈ സമയത്ത് അപ്ഗ്രേഡ് എന്തെങ്കിലും നടക്കുമോ എന്ന് അതിൻ്റെ കാര്യം അറിയില്ല. ഇനി മേജർ അപ്ഗ്രേഡ് ADOയുടെ കേസിലേ വരുള്ളൂ, കനേഡിയൻ ഗ്രാൻഡ് പ്രി കഴിയുന്നൊരു സമയം. അപ്പം നിങ്ങൾക്ക് എന്താണ് ആ ഒരു റേസ് കണ്ടിട്ട് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ അപ്ഗ്രേഡ്സിനെ കുറിച്ചും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.